ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാക്ടിക് റെസിപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ മാമ്പഴ സീസണിൽ നമുക്കൊരു അടിപൊളി മാമ്പഴ സ്ക്വാഷ് തയ്യാറാക്കി നോക്കാം. പ്രിസർവേറ്റീവ്സോ മറ്റ് കെമിക്കൽസോ ഒന്നും ചേർക്കാതെ തന്നെ നല്ലൊരു മാംഗോ സ്ക്വാഷ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി 1 കിലോ മാമ്പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്കതൊന്ന് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കാം. ഒരു കിലോ മാമ്പഴം നമ്മളിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായത് 3 കപ്പ് വെള്ളമാണ്. ഒരു പാൻ വെച്ചിട്ട് നമുക്കതിലേക്ക് 3 കപ്പ് വെള്ളം പാർന്ന് നന്നായി ഒന്ന് തിളപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര വെള്ളത്തിൽ നന്നായി ഡൈല്യൂട്ട് ആവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല, ലോ ടു മീഡിയം ഫ്ലെയിമിൽ ചെയ്താൽ മതിയാവും. ഇപ്പോൾ പഞ്ചസാര എല്ലാം നന്നായി മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ അടിച്ച് വെച്ചിട്ടില്ല 1 കിലോ മാമ്പഴത്തിൻ്റെ പ്യൂരി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഈ മധുരം ഒന്ന് ബാലൻസ് ആവാൻ ഒരു നുള്ളു ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു നാരങ്ങ കൂടെ പിഴിഞ്ഞ് അതിലേക്ക് ചേർക്കാം. ഞാനത് വീഡിയോയിൽ ഇടാൻ വിട്ടുപോയതാണ്. യഥാർത്ഥത്തിൽ ഈ വീഡിയോസിൽ ശരിക്കും അത് ചേർക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തതിന് ശേഷം നമുക്കതൊന്ന് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായി ചൂടാറിയതിന് ശേഷം നമുക്കൊരു ജാറിലേക്ക് മാറ്റി നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഏകദേശം ഒരു 2 മാസമൊക്കെ നമുക്കിത് കേടുകൂടാതെ ഉപയോഗിക്കാം. നമ്മൾ സ്ക്വാഷായിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മളൊന്ന് മിക്സിയിൽ അടിച്ചതിന് ശേഷം ഉപയോഗിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. എല്ലാവരും അങ്ങനെ ജ്യൂസൊന്ന് തയ്യാറാക്കി നോക്കാൻ ശ്രദ്ധിക്കുക. മാമ്പഴ സീസണിലൊക്കെ നമുക്ക് ഒരുപാട് പഴുത്ത മാങ്ങ കിട്ടും. കഴിച്ചിട്ടും ബാക്കി എന്ത് ചെയ്യും എന്നൊരു ചോദ്യമാകുമ്പോഴൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റിയൊരു ബെസ്റ്റായൊരു ഓപ്ഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.